അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 87-ാമത്തെ ആയത്താണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് ഈ ആയത്തിൻ്റെ 3-ാമത്തെ ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠനവിധേയമാക്കാനുള്ളത്. സഹോദരങ്ങളെ, ഇസ്രായേൽ ജനതക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് ആതൈനാ മൂസൽ കിതാബ വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ. തീർച്ചയായും മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ശേഷം നാം ദൂതന്മാരെ തുടർച്ചയായി അയക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ ജനതയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകിയ ഒരു അനുഗ്രഹമാണ് അവരിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനായി മൂസാ നബി അലൈഹിസ്സലാമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നിയോഗിച്ചത്. അതിനുശേഷം തുടർച്ചയായിക്കൊണ്ട് അവരിലേക്ക് മറ്റനവധി പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാവരും മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു അവർക്ക് നൽകിയ തൗറാത്ത് എന്ന മഹത്തായ വേദഗ്രന്ഥം, ആ തൗറാത്ത് പാലിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് അവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. ആ തൗറാത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂർ. തീർച്ചയായും നാം തന്നെയാണ് തൗറാത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്, അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ ജനതയിലേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും അവർ ആ തൗറാത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ആ തൗറാത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനതയിൽ പ്രബോധനം നിർവഹിച്ചിരുന്നത്. അള്ളാഹുവിന് കീഴ്പ്പെട്ട പ്രവാചകന്മാർ അവർക്ക് തൗറാത്ത് അനുസരിച്ചാണ് വിധി കൽപ്പിച്ചിരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പുണ്യവാന്മാരും പണ്ഡിതന്മാരും അതേ പ്രകാരം തന്നെ തൗറാത്ത് അനുസരിച്ചാണ് വിധി കൽപ്പിച്ചിരുന്നത്. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ സംരക്ഷണം അവരുടെ മേലാണ് ഏൽപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ആയത്തിലൂടെ പറഞ്ഞത്, മൂസാ നബി അലൈഹിസ്സലാമക്ക് വേദഗ്രന്ഥം നൽകുകയുണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ. അദ്ദേഹത്തിന്റെ ശേഷം നാം ദൂതന്മാരെ തുടർച്ചയായി അയക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത്. അതിനുശേഷമാണ് സഹോദരങ്ങളെ ഇസ്രായേൽ ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരുടെ ശൃംഖലയിൽ അവസാനത്തെ പ്രവാചകനായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിയെ അയക്കുന്നത്. ആ കാര്യമാണ് അള്ളാഹു ഈ ആയത്തിൽ തുടർന്നു പറഞ്ഞത്, വആതൈനാ ഈസ ഇബ്ന മർയമൽ ബയ്യിനാത്ത്. മറിയമിന്റെ മകൻ ഈസാക്ക് വ്യക്തമായ തെളിവുകൾ നാം നൽകുകയും ചെയ്തു എന്ന്. ഇവിടെ അള്ളാഹു പറഞ്ഞ ഈ വ്യക്തമായ തെളിവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഏതൊരു മനുഷ്യനും ഒരു പ്രയാസവും കൂടാതെ ഗ്രഹിക്കാൻ കഴിയുന്ന അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യക്ഷമായ അടയാളങ്ങളാണ്. ഇവിടെ അങ്ങനെ ചില തെളിവുകൾ പ്രത്യേകമായി കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമക്ക് നൽകുവാൻ കാരണം ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അത് ഈസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു തൗറാത്തിലുണ്ടായിരുന്ന ചുരുക്കം ചില കാര്യങ്ങളിൽ അള്ളാഹു ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. മൊത്തത്തിൽ തൗറാത്തിന്റെ നിയമങ്ങൾ തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം പിൻപറ്റിയത് എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമയിലൂടെ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ മാറ്റം വരുത്തിയതിന്റെ പേരിൽ തൗറാത്തിനെ നിഷേധിക്കുന്നവനാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് യഹൂദികൾ അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു. എന്നാൽ താൻ ഈ രൂപത്തിൽ വിധി പ്രസ്താവിച്ചത് അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, ഞാൻ അള്ളാഹുവിൽ നിന്നും നിങ്ങളിലേക്ക് നിയോഗിച്ച പ്രവാചകനാണ് എന്നത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു വ്യക്തമായ തെളിവുകൾ അല്ലെങ്കിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്.
മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം ഇസ്രായേൽ ജനതയോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതായി സൂറത്ത് ആലിമ്രാനിലെ 50-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞതായി അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്, വമുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എന്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വലി ഉഹില്ല ലക്കും ബഅദല്ലദീ ഹുരിമ അലൈക്കും, നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ ചിലത് നിങ്ങൾക്ക് അനുവദിച്ചു തരുവാൻ വേണ്ടിയുമാകുന്നു ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം പറയുകയാണ്. എന്നിട്ട് വജിഅ്തുകും ബിആയത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ദൃഷ്ടാന്തവും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഫത്തഖുല്ലാഹ വഅതീഊൻ, ആകയാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിനെന്ന് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലിമ്രാനിലെ 50-ാമത്തെ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് ഇസ്രായേൽ ജനതക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഈസാ നബി അലൈഹി ഇസ്ലാം സ്വന്തം ഇഷ്ടപ്രകാരമല്ല തൗറാത്തിലുള്ള ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയത് എന്ന് അറിയിച്ചു കൊടുക്കുവാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി ഇസ്ലാമക്ക് വ്യക്തമായ തെളിവുകൾ നൽകിയത്. ആ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്. വആതൈനാ ഈസ ഇബ്ന മർയമൽ ബയ്യിനാത്ത്, മറിയമിന്റെ മകൻ ഈസാക്ക് വ്യക്തമായ തെളിവുകൾ നാം നൽകുകയും ചെയ്തു എന്ന്. ഇനി സഹോദരങ്ങളെ, തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.